ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ കഴിഞ്ഞടാ ഇതേ ഒരു കുറുക്കൻ എന്താ പറയാനുള്ളത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട്? ആ എന്തെങ്കിലും ചോദിച്ചാൽ പറയേ. അപ്പോൾ ഇതാ ഞാൻ ഇന്നിപ്പോൾ രണ്ടാം പെരുന്നാളാണ്, എന്നാലും ഷോപ്പിലേക്ക് വന്നിട്ട് ഞാൻ ഇന്നലെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ മാനങ്കാട് വേറെൻ്റെ ഡ്രസ് കോഡ് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ എൻ്റെ കൂട്ടത്തിൽ ഇതുണ്ട് കേട്ടോ, എന്താ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഡ്രസ് കോഡിൻ്റെ കാര്യമൊക്കെ അതിൻ്റെ ഇടയിൽ കോള് വന്നിട്ടോ. പിന്നെ പറയടാ ഇതേ അസ്മിക്കുട്ടൻ മുട്ടായി അയച്ചെടുത്താ ആൾക്കേ ഇന്ന് ഞാൻ ഡാൻസിൽ കൊണ്ടുപോയിട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതിൽ പറഞ്ഞിരുന്നു അമ്പലത്തിൽ ഡാൻസ് ആയതുകൊണ്ട് ഞങ്ങൾ ഇനി കയറി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നറിയില്ലല്ലോ. അപ്പോൾ ആ കാരണം ഇപ്പോൾ ശിവൻ്റെ അമ്പലത്തിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെ മണ്ടപറമ്പ് അമ്പലത്തിൽ കുഴപ്പമില്ല, ഞങ്ങൾ കയറിച്ചിട്ട് കുഴപ്പമില്ല. പക്ഷേ ശിവൻ്റെ അമ്പലത്തിൽ ചിലപ്പോൾ ഒരു പ്രശ്നമാവാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞ് വീട്ടിൽ വെച്ചിട്ട് പഠിക്കാമെന്നാണ്. ഞങ്ങളിന്ന് വീട്ടിൽ പോയപ്പോൾ എന്താ ഉണ്ടായത്? ഡാൻസ് പഠിച്ചാ എന്താ ഉണ്ടായി? എനിക്ക് പറയിച്ച് എന്താ ചെയ്തതെന്ന്. ഓ ഭയങ്കര കരച്ചിലായിരുന്നു, പഠിക്കണ്ട പറഞ്ഞു കണ്ട്. എന്തോ അറിയില്ല, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ നല്ല പോലെ പഠിച്ചു വന്നാലോ, പിന്നെ എന്താ പഠിക്കണ്ടെന്ന് കാര്യം. ഇനി പഠിക്കൂലേ? ഇനി പഠിക്കും. ഞങ്ങൾ ഡാൻസൊക്കെ പഠിച്ചാൽ ഞങ്ങൾ അവിടുന്ന് ടൂറൊക്കെ പോകുമല്ലോ അല്ലേ? ഞങ്ങൾ ഇനി നാളെ മുതൽ പോകട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പെരുന്നാളല്ല, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിന്ന് ലീവ് എടുത്ത്. അപ്പോൾ അതാ ഞാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വാങ്ങി കൊടുത്തിട്ടുണ്ട് 2 ലൈറ്റ്, പിന്നെന്താ പറയുക കോയൽ മിഠായി. അപ്പോൾ അത് വാങ്ങിക്കൊടുത്ത്. അപ്പോൾ ഞാൻ നല്ല കുട്ടിയുടെ ഡാൻസൊക്കെ പഠിക്കൂട്ടോ. പിന്നെ മെയിനായിട്ട് എൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ. അവനക്ക് പ്രത്യേകിച്ചില്ല, എൻ്റെ ഒരു ആഗ്രഹത്തിനുള്ളതല്ല ഞാൻ ഡാൻസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ എന്താ പറയുക, പഠിച്ച് വരുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ പറയാട്ടോ. പിന്നെ ഇതാ തയ്ച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ദോശയാണ് ചായക്ക് കടി ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആരും കാണാൻ കേട്ടോ. ഇതേ കണ്ട ഇവിടെയൊക്കെ ഒരു നിശബ്ദത. ഞാൻ എന്താണ് പുറത്തേക്ക് വന്ന് നോക്കി, ഞാൻ ഈ കടയിൽ നിന്ന് വന്നല്ലേ. അപ്പോൾ എന്താ ഇവർ പാടത്ത് പോയിക്കണം കേട്ടോ പടക്കം പൊട്ടിക്കാൻ. ഇനി ബാക്കി ഭാഗങ്ങൾ അവിടെ വെച്ചിട്ടാണ്. അങ്ങനെ പടക്കം പൊട്ടിക്കലും പൂത്തിരി കാണലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അതാ അസ്മിക്കുട്ടന് ഞാനൊക്കെ കുളിച്ച് ഫ്രഷായി. ഞാൻ അസ്മിക്കുട്ടൻ എനിക്ക് മൈലാഞ്ചി ഇട്ട് തരാം കേട്ടോ. പിന്നെ ഞാൻ ആ മൈലാഞ്ചിൻ്റെ ഇത് വാങ്ങുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ മോൻ പറഞ്ഞ് എനിക്ക് ഇട്ടുതരാമെന്ന്. അങ്ങനെ ഇതാ ഓട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം എൻ്റെ കയ്യും കാലൊക്കെ ഓന് നല്ല അടിപൊളി ഡിസൈനൊക്കെ വരച്ച് തന്നിട്ട് ഇതേ അസ്മക്കുട്ടി കണ്ടഞ്ഞ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ അവളുടെ എന്തൊക്കെയാണ് കാട്ടി കൂട്ടണം. അതാ എൻ്റെ മൈലാഞ്ചി ഇതാണ് കേട്ടോ. അതിനെൻ്റെ ഇഷ്ടമായ അസ്മിക്കുട്ടി ഇട്ട് തന്നാട്ടാ. പക്ഷെ കഴിഞ്ഞ വർഷം അവന് ഇട്ട് തന്നിന്ന് വേറൊരു മോഡലായിരുന്നു. ഇപ്രാവശ്യം ഈ മോഡലാണ് കേട്ടോ. എൻ്റെ കാലിൻ്റെ നഖത്തിമലൊക്കെ അവനിട്ട് ആകെ കൊളാക്കിയാണ്. പക്ഷെ എന്നാലും അവനക്കൊരു സന്തോഷം വെച്ചിട്ടാണ് ഞാൻ സമ്മതിച്ചെടുത്തത്. അങ്ങനെ ഇതാ ഫൈനലി മാനങ്കാട് വേറെൻ്റെ ഡ്രസ് കോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പെരുന്നാൾ തിരക്കും ഇതിൻ്റെ തിരക്കും പിന്നെ അതിൻ്റെ ഇടയിൽ ഒരുപാട് ഫങ്ഷൻസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട് നമ്മളിത് കംപ്ലീറ്റ് ആക്കിയത്. അതായത് പെരുന്നാൾ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ ഇപ്പോൾ വേറെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വേഗം അതടിക്കും വേണം. അങ്ങനെ ഇതാ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നല്ലൊരു ചെറിയൊരു കുട്ടിക്കുള്ള ടോപ്പാണ് കേട്ടോ. ഇത് കണ്ട എല്ലാവർക്കും സെയിം പാറ്റേണിൽ തന്നെയാണ് പോകുന്നത്. അതായത് വീനക്കാണ്. പിന്നെ സ്ലീവിന് കൊടുത്തിട്ടുള്ളത് അങ്ങനത്തെ പഫാണ് കേട്ടോ. പിന്നെ ഇത് സ്കേർട്ടിലേക്കുള്ള ടോപ്പാണ് കേട്ടോ തയ്ച്ചിട്ടുള്ളത്. അങ്ങനത്തെ 2 എണ്ണമാണ്, 2 ഒരേപോലെ തന്നെയാണുള്ളത്. പിന്നെ അവർക്ക് ബാക്കിൽ ഷിബും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറഞ്ഞത് ഇതാ ഒരു അത്യാവശ്യം കുറച്ച് വലിയൊരു കുട്ടികളുള്ളൊരു ചുരിദാറാണ് കേട്ടോ. ഇത് ഓപ്പൺ ആയിട്ടുള്ളതാണ്.
സെയിം തന്നെയാണ്, വീനക്കാണ്, ബാക്കിൽ റൗണ്ട് നെക്കാണ്, പിന്നെ ഷിപ്പില്ല. പിന്നെ സ്ലീവ് എന്ന് പറഞ്ഞതും ഇതുപോലെ തന്നെ കേട്ടോ. അടുത്തതും സെയിം, കുറച്ചും കൂടി ഒരു വലിയൊരു കുട്ടികളുള്ളതാണ് കേട്ടോ. അതും സെയിം തന്നെയാണ്, എന്താ പറയുക, സ്ലിറ്റുള്ള തന്നെയാണ് കണ്ടോ. ഏകദേശമൊക്കെ ഒരേപോലെ തന്നെയാണ്. പിന്നെ ജെൻസിനൊക്കെ അവർ ഷർട്ടാണ് തയ്ച്ചിരിക്കണത്. പിന്നെ ചെറുതായിട്ടൊക്കെ എന്താ പറയുക, ഇതിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. പിന്നെ ഇത് അടുത്തതാണ്, അടുത്തതും ചുരിദാർ തന്നെയാണ് കേട്ടോ. സ്ലിറ്റുള്ള ചുരിദാറാണ്, വീനക്കാണ്, സ്ലീവും സെയിം സ്ലീവ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് അടുത്തത് നല്ല കുറച്ചൊരു വലിയൊരു ആൾക്കുള്ളതാണ്. ഇതിൻ്റെ സ്ലീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുത്ത പോലെ തന്നെ, പക്ഷേ അത്യാവശ്യം ഇറക്കമുണ്ട്. പിന്നെ ഇത് ഫീഡിങ് ഉള്ള ആളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഞാനൊരു 3 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഷോക്ക് വേണ്ടിയിട്ട് ഷോ ബട്ടണും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നെക്കൊക്കെ തന്നെ വീനക്ക് തന്നെയാണ്, ബാക്കിൽ റൗണ്ട് നെക്കാണ് കണ്ടോ. സ്ലീവ് ഒരു 10 ഇഞ്ചിലാണ് സ്ലീവ് വന്നിട്ടുള്ളത്, ഓപ്പൺ ഉള്ളത് തന്നെയാണ്. പിന്നെ എന്താണ്, അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മളുടെ വാണിയങ്കാട് വേലൻ്റെ ഡ്രസ് കോഡ്. പിന്നെ അതിൻ്റെ ഇടയിൽ 2 സ്ലീവ്ലെസ് ടോപ്പും കൂടി തയ്ച്ചിരുന്നു, ചുരിദാർ തന്നെയാണ്. പക്ഷേ എനിക്കിതിൽ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ, കുറച്ച് ധൃതിയായി പോയി. അപ്പോൾ അത്രയ്ക്കുള്ളൂ വീഡിയോ.